ഹൈദർ അലിയുടെ അടുത്ത ലക്ഷ്യം ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ കടപ്പ മേഖലകളായിരുന്നു. കടപ്പയിലെ നവാബായിരുന്ന അബ്ദുൽ ഹക്കീം ഖാനെ കീഴ്പ്പെടുത്താനും മൈസൂരിൻ്റെ അധീശത്വം അംഗീകരിപ്പിക്കാനുമായി ഹൈദർ അലി അലി റാസ ഖാനെ പറഞ്ഞുവിട്ടു. എന്നാൽ അഫ്ഗാനികളായിരുന്ന നവാബിൻ്റെ പടയെ തകർക്കാൻ അലി റാസ ഖാന് കഴിഞ്ഞതേയില്ല. ചിത്രദുർഗയുടെ പ്രതിരോധമൊക്കെ തീർന്നിരുന്നത് കൊണ്ട് തന്നെ ഹൈദർ അലി സഹായത്തിനായി കടപ്പ മേഖലകളിലേക്ക് നേരിട്ട് മാർച്ച് ചെയ്യുകയുണ്ടായി. അഫ്ഗാൻ കുതിരപ്പട വഴിയിൽ വെച്ച് ഹൈദർ അലിയുടെ പടയെ നേരിടാൻ ഒരുങ്ങി. എന്നാൽ പോരാട്ടത്തിലും കുതിരപ്പടയിലും ഹൈദരുടെ ശക്തി കണ്ട് അഫ്ഗാനികൾ അവരുടെ രാജ്യമേഖലയിലേക്ക് തന്നെ പിൻവലിഞ്ഞു തുടങ്ങി. എന്നാൽ ഹൈദർ അലി അതേ വേഗതയിൽ തന്നെ ബാക്കിയുള്ള പ്രതിരോധ നിരകളെ തകർക്കുകയും പ്രധാന കുതിരപ്പടയെ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്തു. അപ്രകാരം അഫ്ഗാൻ കുതിരപ്പടയെ വളഞ്ഞതോടെ അവർക്ക് ഹൈദർക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നു. പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഒട്ടേറെ പേരെ ഹൈദർ അലി പിടികൂടുകയും ചെയ്തു. കീഴടങ്ങിയവരെ കൊല്ലാതെ തൻ്റെ സൈന്യത്തിലേക്ക് ഹൈദർ അലി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. വീറുറ്റ അഫ്ഗാൻ കുതിരപ്പട ഹൈദർക്ക് മുതൽക്കൂട്ടാകുമെന്ന് അദ്ദേഹം കരുതി. അതുപോലെ പിടിക്കപ്പെട്ടവരെയും വധിക്കാതെ തന്നോടൊപ്പം ചേർക്കാനായി പ്രത്യേകം സുരക്ഷാ മേഖലയിൽ താമസിപ്പിക്കുകയും നവാബിനെ കീഴടക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയിൽ പിടിക്കപ്പെട്ട അഫ്ഗാനികൾ കാവൽക്കാരെയൊക്കെ വധിക്കുകയും രക്ഷപ്പെടുകയും ക്യാമ്പ് മേഖലയിലുണ്ടായിരുന്ന ഒട്ടേറെ മൈസൂർ സൈനികരെ വധിച്ച് മുന്നേറുകയുമുണ്ടായി. ഹൈദർ അലിയുടെ ക്യാമ്പായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ചില ശബ്ദങ്ങളൊക്കെ നിമിത്തം ഹൈദർ അലിയുടെ സുരക്ഷയിലുള്ളവർ ഇതറിയുകയും അതിലൂടെ ക്യാമ്പിനുള്ളിൽ നിന്ന് ഹൈദർ അലി രക്ഷപ്പെടുകയുമുണ്ടായി. അഫ്ഗാനികൾ മുന്നേറുന്നതിനിടയിൽ ഹൈദറുടെ സുരക്ഷാ സൈന്യം സജ്ജരാവുകയും അഫ്ഗാൻ കലാപകാരികളെ നിശേഷം ഇല്ലാതാക്കുകയും ചെയ്തു. പോരാട്ടങ്ങളിൽ വധിക്കപ്പെടാതെ ബാക്കിയായ കലാപകാരികളെ തീർത്തും കരുണയില്ലാത്ത വിധം മൈസൂർ സൈന്യം വധിക്കുകയുണ്ടായി. ഈ സമയം കടപ്പയിലെ നവാബ് സിദ്ധവട്ടം കോട്ടയിലേക്ക് പിന്മാറുകയുണ്ടായി. എന്നാൽ കടപ്പയിലെ ബാക്കിയുള്ള സൈന്യത്തിന് തടഞ്ഞു നിർത്താവുന്ന നിലയിലൊന്നും ആയിരുന്നില്ല ആ സമയം ഹൈദർ അലി. അതിവേഗം ഹൈദർ അലി മുന്നേറുകയും നവാബിന് പൂർണ്ണമായി കീഴടങ്ങേണ്ടിയും വന്നു. നവാബിന് സുരക്ഷ നൽകുമെന്ന ഉറപ്പിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ശ്രീരംഗപട്ടണത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. സ്വാഭാവികമായും മൈസൂർ അതിർത്തികളും കടന്ന് വലിയൊരു മേഖലയിൽ ഹൈദർ അലി രാജാവായി മാറുകയാണ്. പിടിച്ചെടുത്ത പല മേഖലകളിൽ നിന്നും സമീപ ഭാവിയിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ ഹൈദർ തനിക്ക് അനുകൂലമായി നിൽക്കുന്ന സാമ്പത്തിക സൈനിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും കൂടുതൽ നായകരെ സൃഷ്ടിക്കാനും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. പറ്റാവുന്ന മേഖലയിൽ നിന്നെല്ലാം കൂടുതൽ ധനസമാഹരണത്തിനും ഉത്തരവിട്ടു. അതിനായി പല നിയമങ്ങളും സൃഷ്ടിക്കുക പോലുമുണ്ടായി. ആധുനിക കാലത്തെ ജോലി സമ്പ്രദായത്തിലുള്ള പോലെ ഹൈദർ അലിയും ഓരോ മേഖലകൾക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്തു. അത്രയും സമാഹരിച്ചില്ലെങ്കിൽ വേതനത്തിലും കുറവ് വരുന്ന അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കടപ്പയെ തകർത്ത ഹൈദർ അലി സാവന്നൂർ നവാബിനെയും തൻ്റെ അധീശത്വം സ്വീകരിപ്പിക്കാനായി സൈനിക നീക്കം ആരംഭിച്ചു. ഇതിനിടയിൽ ചർച്ചകൾ നടക്കുകയും വിവാഹ ബന്ധങ്ങളിലൂടെ ഇരു മേഖലകളും യോജിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്രകാരം ടിപ്പുവിൻ്റെ സഹോദരൻ കരീം സാവന്നൂർ നവാബായ അബ്ദുൽ ഹക്കീമിൻ്റെ മകളെ വിവാഹം ചെയ്യുകയുണ്ടായി. അതുപോലെ ഹൈദറുടെ മകളെ അങ്ങോട്ടും വിവാഹം ചെയ്ത് നൽകുകയുണ്ടായി. സൈനിക മേഖലയിലും സഹകരണം ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെ വലിയ തോതിൽ വിവാഹ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കെ 1779 ഹൈദറുടെ അടുത്തേക്ക് പുനെ ദർബാറിൽ നിന്നും ഗണേഷ് റാവു എന്നൊരാൾ കടന്നെത്തുകയാണ്. ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ചു വരുന്ന നീക്കങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മദ്രാസ് മേഖലയിലേക്ക് സൈനിക നീക്കം ഉണ്ടാവണമെന്നുമുള്ള ആവശ്യങ്ങളായിരുന്നു ഹൈദർ അലിക്ക് മുന്നിൽ അന്ന് ഉണ്ടായിരുന്നത്. 1775 ബ്രിട്ടീഷ് മറാത്തയെ ആക്രമിക്കാനായി നിലകൊണ്ടതും നിസാമിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെടുന്ന മേഖലകൾ നിയന്ത്രിച്ചതുമൊക്കെ മറാത്തയ്ക്കും ഹൈദരാബാദിനും ബ്രിട്ടീഷിനെതിരെ നിലകൊള്ളുന്നതിന് ആ സമയം പ്രേരിപ്പിച്ചിരുന്നു. മറാത്ത, ഹൈദരാബാദ് എന്നീ മേഖലകൾക്ക് ബ്രിട്ടീഷിനോട് എതിർപ്പ് ഉണ്ടാവുന്നതിനേക്കാളുമൊക്കെ എതിർപ്പുണ്ടാവേണ്ട മേഖലയാണല്ലോ മൈസൂർ എന്നത്. മറ്റുള്ളവർ പലപ്പോഴും ചങ്ങാത്തത്തിലും കൂടിയായിരുന്നു. 1769 ഒന്നാം മൈസൂർ യുദ്ധത്തിലെ സന്ധി അനുസരിച്ച് മറ്റുള്ളവർ ആക്രമിച്ചാൽ ഇംഗ്ലീഷ് പിന്തുണ മൈസൂരിന് നൽകും എന്നൊരു വ്യവസ്ഥ പോലും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങളോളം ഉണ്ടായ മറാത്ത കടന്നാക്രമണങ്ങളിലെവിടെയും ഇംഗ്ലീഷ് പട ഇടപെട്ടതുപോലുമില്ല. അത്തരമൊരു ചതി ഹൈദർക്ക് നേരിടേണ്ടി വന്നപ്പോൾ മറാത്തയുടെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ വലിയ നഷ്ടങ്ങളും സംഭവിച്ചു. അതിനോടൊപ്പം മദ്രാസിലെ കമ്പനി ആർക്കോട്ട് നവാബിൻ്റെ വാക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എന്നതും ഹൈദർ അലിയെ ചൊടിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്.
ഒരു ഘട്ടത്തിന് ശേഷം സൗഹൃദപരമായ ചർച്ചകൾ പോലും മൈസൂർ ഇംഗ്ലീഷ് ബന്ധത്തിൽ ഉണ്ടായിട്ടില്ല എന്നും കാണാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റു മേഖലകളിൽ ലഭ്യമായ സഹായം തേടാം എന്ന നിലയിൽ ഫ്രഞ്ച് മേഖലകളുമായി ചർച്ച നടത്തുന്നതും സഹായ സഹകരണ ബന്ധങ്ങളിൽ നിലകൊള്ളുന്നതും. ഇതിനിടയിൽ ലോക മേഖലയിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധമുണ്ടായതിനെ തുടർന്ന് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യൻ മേഖലകളിലുമുണ്ടായി. വലിയൊരു പോരാട്ടത്തിനൊടുവിൽ 1778 ഫ്രഞ്ചിൻ്റെ നിർണായക കേന്ദ്രമായ പോണ്ടിച്ചേരി ബ്രിട്ടീഷ് പിടിച്ചെടുക്കുകയുണ്ടായി. അധികം താമസിയാതെ മലബാർ മേഖലയിലെ മാഹിയും ഇംഗ്ലീഷുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. ഈ സമയം മലബാർ മേഖല എന്നത് ഹൈദരലിയുടെ നിയന്ത്രണത്തിലാണല്ലോ. അതിൽ തന്നെ ഫ്രഞ്ച് മേഖലയായ മാഹിയും അതിലൂടെ ഉണ്ടാവുന്ന നാവിക സഞ്ചാരങ്ങളും ഹൈദർക്ക് വലിയ ഗുണമായിരുന്നു. ഫ്രഞ്ച് സഹായങ്ങളും ആയുധങ്ങളും മാഹി വഴി മൈസൂരിലെത്തിയപ്പോൾ മാഹി മേഖലകൾക്ക് മൈസൂർ സംരക്ഷണവും ഒരുക്കി. യുദ്ധത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് മാഹി ആക്രമിച്ചാൽ ആർക്കോട്ട് മേഖല തിരിച്ചാക്രമിക്കുമെന്ന ഭീഷണിയും ഹൈദരലി ഉയർത്തിയിരുന്നു. ഏതായാലും ബ്രിട്ടീഷുകാർ മാഹി പിടിച്ചെടുക്കുകയുണ്ടായി. അതിൻ്റെ ചുവട് പിടിച്ച് മലബാറിലെ നായർ പടകൾ ഹൈദർക്കെതിരായി അവരുടെ മേഖലയിൽ കലാപം സൃഷ്ടിക്കുകയുമുണ്ടായി. എന്നാൽ മൈസൂർ പട ഇതിനെ അതിവേഗം അടിച്ചമർത്തുകയാണുണ്ടായത്. ഇതിനിടയിലും ബ്രിട്ടീഷിൻ്റെ ചില മധ്യസ്ഥ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഒരു വിജയവും കാണുന്നില്ല. പല പ്രതിനിധി സംഘങ്ങളും ശ്രീരംഗപട്ടണത്തേക്ക് വന്നെങ്കിലും ചർച്ചകൾക്കുള്ള സമയം കഴിഞ്ഞെന്ന നിലയിലായിരുന്നു ഹൈദരുടെ പ്രതികരണമുണ്ടായത്. ഏതായാലും ഹൈദരലി യുദ്ധത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ് കടന്നു ചെന്നത്. ഈ സമയം മറാത്ത, നിസാം സൈന്യങ്ങൾ കൂടി ബ്രിട്ടീഷിനെ എതിർക്കുന്നുണ്ട്. അപ്രകാരം മറാത്തകൾ ബേറാർ സെൻട്രൽ മേഖലകൾ ആക്രമിക്കുക, നിസാം അവരുടെ അതിർത്തി മേഖലകളിൽ നിന്ന് മുന്നേറുക, ഹൈദരലി മദ്രാസ് മേഖല ആക്രമിക്കുക എന്നതൊക്കെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന നയം. ഫ്രഞ്ചിൻ്റെ സഹായം കൂടിയാവുമ്പോൾ ബ്രിട്ടീഷിൻ്റെ ഇന്ത്യയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞത്. അങ്ങനെ ഹൈദരലി തൻ്റെ സൈനിക മുന്നേറ്റത്തിനായി നടപടികൾ എടുക്കാൻ ആരംഭിച്ചു. തലസ്ഥാന മേഖലയായ മൈസൂരിന് ചുറ്റുമുള്ള മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം ഹൈദരലി ബാംഗ്ലൂരിൽ നിലയുറപ്പിച്ച് അവിടെ തൻ്റെ സൈനിക സജ്ജീകരണം ആരംഭിക്കുകയുണ്ടായി. അതിർത്തി മേഖലകളിലെല്ലാം തന്നെ ചാരന്മാരും സന്ദേശവാഹകരും നിലയുറപ്പിച്ചു. ഹൈദരലിയുടെ ചാരന്മാരായി നിലകൊണ്ട വിഭാഗം അത്രമേൽ കഴിവുള്ളവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഏതായാലും ഭരണമേഖലകളിലും നിലവിലെ രാജ്യമേഖലയിലെ സംരക്ഷണത്തിനുമൊക്കെ നടപടികൾ എടുത്ത ശേഷം ഹൈദരലി ബാംഗ്ലൂർ കോട്ടയിൽ ഒരുങ്ങിത്തുടങ്ങി. ഈ സമയം ബ്രിട്ടീഷിനെ നേരിടാനായി ഹൈദരലി ഒരുക്കിയത് 83,000 വരുന്ന പടയെ എന്നാണ് കണക്ക്. ഹൈദരലിയുടെ സൈനികരുടെ മികവ് കൂടി വെച്ച് നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അതുവരെയും ഉണ്ടായിട്ടുള്ള മികച്ചൊരു സൈന്യം തന്നെ ആയിരുന്നു എന്ന് കൂടി കാണാം. അപ്രകാരം എല്ലാം ഒരുങ്ങിയതിനു ശേഷം 1780 ജൂലൈയിൽ മിന്നൽ പ്രളയം പോലെ ആ പട മദ്രാസിന് നേർക്ക് പടനീക്കം ആരംഭിച്ചു. പോയ വഴികളെല്ലാം തന്നെ ആ പട തച്ച് തകർക്കുകയും ചെയ്തു. അർക്കോട്ട് നവാബായ മുഹമ്മദ് അലി ഹൈദരുടെ സൈനിക മുന്നേറ്റം ഉണ്ടാവുമെന്ന് സൂചനകളും അപകട സാധ്യതകളുമൊക്കെ നൽകിയിരുന്നെങ്കിലും വഴികളിൽ തടയാനാവശ്യമായ കാര്യങ്ങളൊന്നും നൽകാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല എന്ന് കാണാം. ഏതായാലും ഹൈദരുടെ മുന്നേറ്റത്തെ തടയാൻ ഇംഗ്ലീഷ് പടയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. 83,000 വരുന്ന പടയിൽ 40,000-ഓളം വരുന്ന കുതിരപ്പട സംഹാര താണ്ഡവമാടിക്കൊണ്ട് ചെന്നൈ ലക്ഷ്യമാക്കി കുതിച്ചു. പുലിക്കാട്ട് മുതൽ അങ്ങോട്ട് എല്ലാ മേഖലകളിലും മൈസൂർ പട കാര്യമായ നാശനഷ്ടങ്ങളും വരുത്തിവെക്കുകയുണ്ടായി. പോണ്ടിച്ചേരി മേഖലകളിലേക്കും സൈനിക നീക്കമുണ്ടായി. അതിനെ തുടർന്ന് മദ്രാസിലെ സുരക്ഷിത സ്ഥാനമായ ഫോർട്ട് സെയിൻറ്റ് ജോർജ് ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഫ്രഞ്ച് സഹായത്തോടെ സമുദ്രമുഖേന വരുന്ന സഹായങ്ങൾ തടയുക എന്ന ലക്ഷ്യം കൂടി ഇതിനു പുറകിലുണ്ടായിരുന്നു. അപകടം മണത്ത ബ്രിട്ടീഷ് സഹായത്തിനായി നീക്കങ്ങൾ ആരംഭിച്ചു. ഗുണ്ടൂർ മേഖലയിൽ നിന്ന് കേണൽ ഹാർപ്പറിൻ്റെ സൈന്യത്തോട് മദ്രാസ് മേഖലകളിലേക്ക് മുന്നേറാൻ നിർദ്ദേശം നൽകി. പോണ്ടിച്ചേരിയിൽ നിന്ന് കേണൽ ബ്രൈറ്റ് വെയ്റ്റിനോട് മുന്നേറി മദ്രാസിൻ്റെ അതിർത്തി മേഖലകൾ സംരക്ഷിക്കാനും നിർദ്ദേശം നൽകി. അതുപോലെ തൃച്ചിയിൽ നിന്നും മറ്റൊരു സൈന്യത്തോട് ഹൈദരുടെ സൈനിക മുന്നേറ്റങ്ങളെ തടയാൻ നടപടികളെടുക്കാനും സപ്ലൈ ചെയിനുകളെ തകർക്കാനും ആവശ്യപ്പെട്ടു. മുഹമ്മദ് അലിയുടെ ശക്തിയിൽ സംശയമുണ്ടായിരുന്ന ബ്രിട്ടീഷ് ജിഞ്ചി പോലുള്ള നിർണായക കോട്ടകൾ സംരക്ഷിക്കാൻ നേരിട്ട് നടപടികളും എടുക്കുകയുണ്ടായി. ഒപ്പം മേഖലയിലെ നിർണായകമായ പല കോട്ടകളും പിടിച്ചെടുത്ത ബ്രിട്ടീഷ് മൈസൂരിന് നേർക്ക് പ്രതിരോധം തീർക്കുകയുണ്ടായി. അങ്ങനെ ഹൈദരലി ആർക്കോട്ട് കോട്ടയ്ക്ക് തന്നെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ മദ്രാസിൽ ചില സൈനിക നീക്കങ്ങളുണ്ടായി.
സർ ഹെക്ടർ മൺട്രോ ഒരു സൈന്യത്തിനൊപ്പം കാഞ്ചീപുരം മേഖലകളിലേക്ക് മാറിയതിനെ തുടർന്ന് ഹൈദർ അലി ഇതിനെ കൂടെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. കാഞ്ചീപുരത്ത് സൈന്യത്തിൻ്റെ ശക്തി കുറവാണെന്ന് തോന്നിയ ബ്രിട്ടീഷ് മുന്നേറാതെ ഗുണ്ടൂരിൽ നിന്നും വരുന്ന പടയ്ക്കായി കാത്തിരുന്നു. ഈ സമയം മദ്രാസിൻ്റെ ഉത്തരമേഖലകളിലുള്ള വില്യം ബെയ്ലി കാഞ്ചീപുരത്തേക്ക് സൈനിക നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഓഗസ്റ്റ് 25 ഈ പട മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ഉണ്ടായ മഴയും പുഴയിലെ ഒഴുക്കുമൊക്കെ കാരണം മുന്നേറ്റം നീണ്ടുപോവുകയുണ്ടായി. സംഭവം മനസ്സിലാക്കിയ ഹൈദർ അലി കാഞ്ചീപുരത്തേക്ക് പോകുന്ന വില്യം ബെയ്ലിയുടെ സൈന്യത്തെ തകർക്കാനായി ടിപ്പു സുൽത്താനോട് നിർദ്ദേശിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് കണ്ടത് ഇന്ത്യയിൽ ബ്രിട്ടീഷിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയത്തിൻ്റെ യുദ്ധം കൂടിയായിരുന്നു.